തമിഴ്നാട്ടിലെ കരൂർ ദുരന്തം മുതലെടുത്തുകൊണ്ട് തമിഴക വെട്രിക്കഴകത്തെ തങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ BJP ദേശീയ നേതൃത്വം പദ്ധതിയിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. TVK നേതാവ് ആധവ് അർജുനയുടെ ഡൽഹി സന്ദർശനം പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്നൊരു സംശയവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ NDA സഖ്യം വിപുലമാക്കാനും TVK ഉൾപ്പെടെയുള്ള പാർട്ടികളെ അതിലേക്ക് ആകർഷിക്കാനും BJP ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. വിജയ് പാർട്ടി രൂപീകരിച്ചപ്പോൾ തന്നെ ഈ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഫലം കണ്ടിരുന്നില്ല. എന്നാൽ തൻ്റെ പ്രസംഗങ്ങളിൽ DMKയും BJPയെയും ഒരുപോലെ വിമർശിച്ച TVK അധ്യക്ഷൻ വിജയ് വർഗീയ കക്ഷികളുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കരൂർ ദുരന്തത്തോടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായ വിജയിനെ പഴയതുപോലെ ഒരു ഉറച്ച നിലപാട് ഇനിയും സ്വീകരിക്കാനാവില്ലെന്നാണ് BJP ഇപ്പോൾ കരുതുന്നത്. അത് മാക്സിമം പ്രയോജനപ്പെടുത്താനാണ് അവരുടെ ശ്രമം. കരൂരിലെ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം TVK കാണുന്ന വ്യാപകമായ വിമർശനം ഉയർന്നെങ്കിലും BJP നേതൃത്വം വിജയെ കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വീഴ്ചയാണ് മരണങ്ങൾക്ക് വഴിവെച്ചതെന്ന് സ്ഥാപിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ കരൂർ സന്ദർശിച്ച NDA പ്രതിനിധി സംഘം സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് വെള്ളിയാഴ്ച മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കത്തയച്ചിരുന്നു. കേന്ദ്ര സർക്കാരും ഗവർണർ RN രവിയും നേരത്തെ തന്നെ സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു. അതിനു പുറമെയാണ് NDA സംഘത്തിനു വേണ്ടി അനുരാഗ് ഠാക്കൂർ MP കത്തയച്ചത്. കരൂർ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് BJPയുടെ ശ്രമമെന്ന് സ്റ്റാലിനും DMK സഖ്യത്തിലെ മറ്റ് നേതാക്കളും കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. ആൾക്കൂട്ട അപകടങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അവിടുത്തെ സർക്കാർ തന്നെയാണ്. നേരത്തെ നമ്മുടെ രാജ്യത്തുണ്ടായ ചില അപകടങ്ങൾ നോക്കാം. 2024 ജൂലൈ 2 ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ആൾദൈവം ഭോലെ ബാബയുടെ പ്രാർത്ഥനാ യോഗത്തിനിടെയുണ്ടായ തിരക്കിൽപ്പെട്ട് 121 പേരാണ് മരിച്ചത്. 2024 ആഗസ്റ്റ് 12 ബീഹാറിലെ ബനവറിൽ ബാബ സിദ്ധാർത്ഥ് ക്ഷേത്രത്തിലുണ്ടായ തിരക്കിനിടെ 7 പേർ മരിച്ചു. ഈ വർഷം ജനുവരി 8 തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ വൈകുണ്ഠദ്വാര ദർശനത്തിനായി ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിനിടെ 6 പേരാണ് മരിച്ചത്. ജനുവരി 29 ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ചു. ഫെബ്രുവരി 15 ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കുംഭമേളയ്ക്ക് പോയ 18 പേരാണ് തിരക്കിൽപ്പെട്ട് മരിച്ചത്. ജൂൺ 4 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 18 വർഷത്തിനിടെ ആദ്യ കിരീടം നേടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിജയ ആഘോഷത്തിനിടെ ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ ദുരന്തത്തിൽ 11 മരണം സംഭവിച്ചിരുന്നു. ഇപ്പോൾ കരൂരിൽ നടന്ന അപകടത്തിൽ വിജയിൻ്റെ പാർട്ടിക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ അവിടെ പരിപാടി നടത്താൻ അനുവാദം നൽകിയത് സർക്കാർ സംവിധാനമാണ്. ആളുകൾ കൂടുതലായി വന്നു കയറിയാൽ അത് നിയന്ത്രിക്കേണ്ടതും സർക്കാർ തന്നെയാണ്. എന്തായാലും BJPക്ക് ഇതൊരു സുവർണ അവസരമാണ്. അല്പം ഭയന്നിരിക്കുന്ന വിജയിനെ ഈ അവസരത്തിൽ കൂടെ നിർത്താൻ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ വേരുപിടിക്കാൻ BJPക്ക് വേറൊന്നും ചെയ്യേണ്ടി വരില്ല.